ക്യാമറയുടെ മുൻപിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ചായയുടെയും കഴിഞ്ഞിട്ട് അമ്മച്ചി വന്നിരിക്കും. എന്നിട്ട് ആരെപ്പറ്റി അപരാധങ്ങൾ പറയാമെന്ന് ചിന്തിച്ചുകൊണ്ട് കുറേ വീഡിയോ അങ്ങ് ചെയ്യും. അതിൽ സീക്രട്ട് ഏജന്റിനെ കഴിഞ്ഞ ദിവസം അമ്മച്ചി കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിനക്ക് വേറെ വല്ല പണിക്കും പോടാ, 5-6 വാഴ നട്. അങ്ങനെയൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ കാണുന്ന ഒരു വൃത്തികെട്ട സാധനത്തിനെ കാണേണ്ടി വരത്തില്ലായിരുന്നു. ബോഡി ഷെയ്മിംഗ് അല്ല, ഈ വൃത്തികെട്ട പ്രവൃത്തിയും വൃത്തികെട്ട ചിന്താഗതിയും ഉള്ള ഒരു സാധനത്തിന് നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു എന്നുള്ളൊരു സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്. കലാമണ്ഡലം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ പേരിനെ തന്നെ കളങ്കപ്പെടുത്തുന്ന, കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു പേരിന് ഒരു വാല്യൂ ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് കലാമണ്ഡലം എന്ന പേര് ആദ്യമേ നാമകരണം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സത്യഭാമ എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെ, നമ്മൾ വിചാരിക്കുന്ന സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു സത്യസന്ധയായിട്ടുള്ളൊരു സ്ത്രീ എന്നൊക്കെ ആയിരിക്കും, അല്ലെ ഒരു സ്ത്രീ അല്ല ഒരു പുരുഷൻ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക. എന്നാൽ വാ തുറന്നാൽ വൃത്തികേടുകൾ മാത്രം വിളിച്ചു പറയുന്നൊരു സാധനമാണ് ഈ സത്യഭാമ. കലാമണ്ഡലം തന്നെ ഓൾറെഡി നോട്ടീസ് അയച്ചിട്ടുള്ളതാണ്. കലാമണ്ഡലത്തിന്റെ പേര് അനർത്ഥമാക്കരുത്, ആ പേര് നിങ്ങളുടെ പേരിന്റെ തുടക്കത്തിൽ നിന്ന്